കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ജോലിക്ക് പണത്തിന് പകരം ഈട് നൽകിയ സ്ഥലം സ്ഥാപനോടമ വൻതുകയ്ക്ക് മറച്ചുവിട്ടതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവർ കാളികാവ്, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ ഉള്ളതായി വ്യക്തമായി. കുവൈറ്റിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം തട്ടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഏറ്റുമാനൂർ CI സാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണം ഓരോ ദിനം പുരോഗമിക്കുമ്പോഴും പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്നതായാണ് അന്വേഷണം നേതൃത്വം നൽകുന്ന ഏറ്റുമാനൂർ CI പറയുന്നത്. നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്തതിന് ഒപ്പം സ്ഥലമിടപാടുകളിലും കൃത്രിമത്വം നടത്തി വൻതുക തട്ടിയതായും ഇതിനകം വ്യക്തമായിട്ടുണ്ട്. കൂത്താടുകുളം ഇടയാർ സ്വദേശി PR രജീഷും കൂത്താടുകുളം സ്വദേശിനി ജിഷ ബേബിയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരാഴ്ച പിന്നിടുമ്പോൾ കൂടുതൽ പേർ പരാതികളുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്തവർക്ക് പണം നേരിൽ നൽകാനില്ലാത്ത സാഹചര്യത്തിൽ ഇവരിൽ ചിലർ സ്ഥലം കരാറെഴുതി രജീഷിന് നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് പറയുന്നുണ്ട്. കാളികാവിൽ ഇത്തരത്തിൽ 10 ലക്ഷം രൂപയുടെ സ്ഥലം കൈമാറ്റം ചെയ്തതായും ഇത് രജീഷ് പിന്നീട് 90 ലക്ഷം രൂപയ്ക്ക് മറിച്ചുവിറ്റതായും അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറയുന്നുണ്ട്. ഏറ്റുമാനൂർ 101 കവലയിൽ 20 ലക്ഷം രൂപയുടെ കരാർ ഒപ്പിട്ട വസ്തു 40 ലക്ഷം രൂപയ്ക്ക് മറിച്ചുവിറ്റതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കുവൈറ്റിൽ സ്വന്തമായുള്ള ആശുപത്രിയിൽ ജോലി നൽകാമെന്നായിരുന്നു പ്രധാനമായും രജീഷ് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നെന്ന് പറയുന്നു. കുവൈറ്റിലെ സാൽമിയ സിറ്റിയിലുള്ള കൊച്ചിൻ ക്ലിനിക് എന്ന സ്വന്തം സ്ഥാപനത്തിൽ ജോലി നൽകാമെന്നായിരുന്നു പ്രധാന പ്രചാരണം. ഈ സ്ഥാപനത്തിന്റെ 4 ഫ്ലോർ ഇതിനോടകം തന്നെ വിറ്റുകഴിഞ്ഞതായും ബാക്കി നിലകൾ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് തൂക്കിയിട്ടുള്ളതായും നാട്ടിലുള്ള തട്ടിപ്പിനിരയായവർ പറയുന്നുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാകുന്നതിനിടയിൽ പരാതിക്കാരായ ചിലരെ വിളിച്ച് അനുനയിപ്പിക്കുന്നതിന് രജീഷ് ശ്രമങ്ങൾ നടത്തുന്നതായും വ്യക്തമായിട്ടുണ്ട്. പരാതി പിൻവലിക്കണമെന്നും പണം തിരികെ നൽകാമെന്നും ചിലരോട് പറഞ്ഞിട്ടുള്ളതായും അറിയുന്നുണ്ട്. കടപ്പൂർ മേഖലയിലുള്ള 3-4 പേരെ ചേർത്ത് ഇവരുടെ പണം തിരികെ നൽകുന്നതിലേക്ക് അടുത്ത ദിവസം 6ാം തീയതിക്ക് ചെക്ക് നൽകിയതായും പറയുന്നുണ്ട്. കുവൈറ്റിൽ നിന്നാണ് ഇയാൾ ഫോണിൽ ഇവരെ ബന്ധപ്പെടുന്നതെന്നും പറയുന്നുണ്ട്. രജീഷിന്റെ ഭാര്യ സഹോദരൻ ദിലീപ് ആയിരുന്നു കുറവലങ്ങാട്ടെ ഓഫീസിന്റെ ചുമതല വഹിച്ചിരുന്നത്. നീടൂർ മാർക്കറ്റിൽ മാലിന്യ ഭീഷണിയെന്ന് ആക്ഷേപം. CPM പ്രാദേശിക നേതൃത്വം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അധികാരികളുടെ മൂക്കിന് താഴെ കാണുന്ന മാലിന്യ പ്രളയമാണ് ഈ കാഴ്ച. ഹരജൈവ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അടങ്ങിയ വലിയ മാലിന്യ കൂമ്പാരം പഞ്ചായത്ത് അധികൃതർക്ക് സമീപം തന്നെ ഉയരുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന നിലപാടാണ് പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾക്കായി ഒട്ടേറെ ക്ലാസുകളും വലിയ പദ്ധതികളും തന്നെ നടപ്പിലാക്കുന്നതിനിടയിലാണ് അധികൃതർ അനാസ്ഥ മൂലം ആരോഗ്യ ഭീഷണി ഉയരുന്നതെന്ന് CPM പ്രാദേശിക നേതൃത്വം ആരോപിക്കുന്നു. നീടൂർ ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിലെ മാലിന്യ കൂമ്പാരം ഉയർത്തുന്ന ആരോഗ്യ ഭീഷണി ചെറുതല്ലെന്നും CPM പ്രാദേശിക നേതാക്കൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നിയമ സംവിധാനങ്ങൾ നിലവിലുണ്ടെങ്കിലും ഇതൊന്നും കണ്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ നടിക്കുകയാണെന്നും CPM നേതാക്കൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പഞ്ചായത്ത് മാർക്കറ്റിൽ തന്നെ ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരം ഉയരുന്നത് വലിയ രോഗഭീതി വരുത്തിയിരിക്കുകയാണെന്നും ആക്ഷേപം ശക്തമായിട്ടുണ്ട്. പഞ്ചായത്ത് മാർക്കറ്റിലെ മാലിന്യ നിക്ഷേപത്തെ കുറിച്ച് CPM നീടൂർ ലോക്കൽ സെക്രട്ടറി സണ്ണി രാഘവന്റെ പ്രതികരണം ഇങ്ങനെയാണ്. പബ്ലിക് മാർക്കറ്റിൽ മാലിന്യങ്ങളും പച്ചക്കറിയുടെ വേസ്റ്റും കൂട്ടിയിട്ട് ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ശുചിത്വ വാരാചരണം അടക്കം നടത്തിയ നീടൂർ പഞ്ചായത്തിന്റെ സ്ഥിര കേന്ദ്രത്തിൽ പബ്ലിക് മാർക്കറ്റിന് പുറകിട്ട് ചീഞ്ഞു നാറി പൊതുജനങ്ങൾക്ക് പോലും യാത്ര ചെയ്യുന്നതിൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പകർച്ചവ്യാധികളും അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ഈ മാലിന്യം സംസ്കരിക്കുന്നതിനോ നശിപ്പിച്ചിടുന്നതിനുള്ള സമീപനം സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തുലാവർഷം കനക്കുന്നു. കർഷക ലോകം സമ്മിശ്ര പ്രതികരണത്തിൽ. പൊന്നിൻ ചിങ്ങത്തിലും കന്നിയിലും അടിച്ചു നിന്ന മഴ തുലാവർഷം എത്തിയതോടെ ശക്തമായതോടെ കർഷകർ സമ്മിശ്ര പ്രതികരണത്തിലാണ്. കാലം തെറ്റിയെത്തിയ മഴയെ വരവേൽക്കുവാൻ പലരും ആഹ്ലാദ ആരവത്തോടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ കാർഷിക മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇപ്പോഴെത്തിയ മഴ വഴിതെളിക്കുന്നു എന്ന വിലയിരുത്തലുകളും ഉയർന്നിട്ടുണ്ട്. പൊതുവെ റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് നേരിയ അലോസരങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ഇടയാക്കിയിരിക്കുന്നത്. കനത്ത മഴ എത്തുന്നതോടെ പാടങ്ങളിൽ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറി കർഷകരും ദുരിതത്തിലാണ്. മഴ കൂടുതൽ നാൾ നീണ്ടുനിന്നാൽ പാടത്ത് കൃഷി ചെയ്തിരിക്കുന്ന മരച്ചീനി വിളവെത്താതെ തന്നെ പറിച്ചു നീക്കേണ്ടുന്ന സ്ഥിതിയിലാണുള്ളത്. കളത്തൂർ നീഴൂർ മേഖലയിലാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതലായും പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. മഴ തുടർച്ചയായി ലഭിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിലും പച്ചക്കറികൾ വെള്ളത്തിലാകും എന്നുള്ളതാണ് സ്ഥിതി. എന്നാൽ ഏറെ നാളുകളായി കാത്തിരുന്ന മഴയെത്തിയത് വലിയ ആഹ്ലാദത്തിനും വക നൽകുന്നുണ്ട്. വാഴകൃഷി അടക്കം നടത്തിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മഴയേറെ നേട്ടമാണ്. ഇതിലുപരി ചില ദിവസങ്ങളിൽ ടാപ്പിംഗ് മുടങ്ങിയാലും
കനത്ത മഴ ലഭിച്ചാൽ പാലിൽ കാര്യമായ വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ഷീരകർഷകരെ സംബന്ധിച്ചും ഏറെ സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത്. പച്ചപ്പുല്ല് ലഭിക്കുവാനുള്ള സാഹചര്യം സംജാതമായി എന്നുള്ളതാണ് ക്ഷീരകർഷകർക്ക് സന്തോഷമുള്ളത്. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2880 രൂപ, വെള്ളി ഗ്രാമിന് 61 രൂപ. കാലാവസ്ഥ. മീനച്ചിൽ വൈക്കം താലൂക്കുകളിൽ പരക്കെ മഴ ലഭിച്ചു. ശനിയാഴ്ച മഴയ്ക്ക് സാധ്യത. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക വിലവർദ്ധനവിനെതിരെ നീടൂരിൽ പ്രതിഷേധ പൊങ്കാല. ചായക്കരുത്ത് വിളിച്ചോതി നീടൂരിൽ കേരളോത്സവത്തിന് തുടക്കം. അലിമുഴിക്കൽ വില്ലേജിന്റെ ശ്രാദ്ധം ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശ്രാദ്ധം നവംബർ 5-ന്. സംഘശക്തിയും ഐക്യവുമായി കാട്ടാമ്പാട് കിഴക്കുഭാഗം NSS കുടുംബസംഗമം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.